ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ അല്ല, നമ്മുടെ പാർട്ട് 2 വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൺമണിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ആണ്. അപ്പോൾ പാർട്ട് 1 ഓൾറെഡി ഇന്ന് രാവിലെ റിലീസായി. ഇത് പാർട്ട് 2 ആണ്. ആൻഡ് 2 പാർട്ടാക്കി ഇടണമെന്നൊന്നും വിചാരിച്ചതല്ല, പക്ഷേ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത്ത് വരുന്നുണ്ട് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ. അങ്ങനെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ പാർട്ട് 1 വീഡിയോ ഇവിടെ വെച്ചിട്ടാണ് എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും പാർക്കിലെത്തി. ഹായ് പറ, ഹായ് പറ. അപ്പോൾ ഈ കാണുന്നതാണ് കൺമണിയുടെ ഫ്രണ്ട് ജുവാൻ്റെ ഫാമിലിയാണത്. അങ്ങനെ അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ഇന്നത്തെ പ്രോഗ്രാം, കൺമണിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. നമ്മളവിടെ എത്തി നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പാക്കി വെക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ തുടങ്ങി. നമ്മൾ കൊണ്ടുവന്ന ഡെക്കറേഷൻസും ബലൂൺസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളവിടെ സെറ്റപ്പ് ചെയ്യായിരുന്നു. പിള്ളേർ സൈഡിൽ ഫുള്ള് ഓടിക്കളിക്കലും അങ്ങനെയായിട്ട് ഫുള്ള് അവർ ബിസിയായിരുന്നു. ഞങ്ങളെല്ലാവരും ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ പോവായിരുന്നു. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ കേക്ക് വന്നിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിസ്ത ഗ്രീൻ കളറിലുള്ള ബട്ടർഫ്ലൈസ് ഉള്ള ഒരു കേക്കായിരുന്നേ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. കമ്പനിക്ക് കൊടുക്ക്, കമ്പനിക്ക്. അയ്യോ അഞ്ഞിങ് വാ, അമ്മ അടുത്തേക്ക് വാ, അമ്മ അടുത്തേക്ക് വാ, അമ്മ അടുത്തേക്ക് വാ. അത് കഴിക്കാൻ പറ്റുമോ? എല്ലാം ഇടിപിളാം, കോളും ഇടിപിളാം. അവരൊരു ഫോട്ടോ എടുക്കട്ടെ. അങ്ങനെ ഇപ്പം കണ്ടതാണ് ഉണ്ടാപ്പിക്ക് കേക്കിനോടുള്ള ഒരു ആക്രാന്തം. എന്താണെന്നറിയില്ല, ഉണ്ടാപ്പിക്ക് ഇപ്പോൾ കേക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ കണ്ടാലും പോയി കൈയിട്ട് മാന്താൻ നിൽക്കും. അങ്ങനെ ഈ കാണുന്നതാണ് നമ്മുടെ ഷിബിയേട്ടനാണെങ്കിലോ കേക്ക് കഴിക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടി ഒളിച്ചിക്കുക. അപ്പുറത്ത് കൺമണിയുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ കുട്ടൻ തലയിൽ ക്യാപ്പൊക്കെ ഇട്ടിട്ട് ഫുഡ് സെർവ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ ഉണ്ടാക്കുവാണെങ്കിൽ ആകെ കച്ചറായിട്ട് നിൽക്കുകയാണ്. കാരണം അപ്പുറത്ത് ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു ക്യാമ്പിങ്ങിന്. അപ്പോൾ അവർ കൊണ്ടുവന്ന കളിക്കുന്ന കാറ് കണ്ടിട്ട് അത് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഒരുവിധം അതിനെ അടക്കി പിടിച്ച് വെച്ചേക്കാണ്, ഫോണും വെച്ച് കൊടുത്തിട്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കുമായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ഫുഡ് മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം പാർസൽ വാങ്ങിയിട്ട് വരിക ചെയ്തത്. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഇവിടെ നിന്ന് കഴിക്കുക ചെയ്തത്. ഒരു രസമല്ലേ അല്ലേ, നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത്. ഫുഡ് എന്തായാലും അടിപൊളി ഫുഡായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ കുറച്ചൊക്കെ ബാക്കി വന്നു, കാരണം എക്സ്ട്രാ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അബിയേട്ടൻ. അപ്പം നമ്മളെല്ലാവരും അത് വീട്ടിലോട്ട് പാക്ക് ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഓരോരുത്തരായിട്ട് കൈയൊക്കെ കഴുകാൻ പോയി. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് കണ്ട വ്യൂസാണതേ. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ കെട്ടിയവനും കൂടിയിട്ടുള്ള കുറച്ച് ഷോ. എൻ്റെ ഹെയറിൻ്റെ കളർ ഞാൻ കഴിഞ്ഞിട്ട് വെള്ള അതങ്ങനെ കണ്ടുവരുന്നത്. ബർത്ത്ഡേക്ക് നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൺമണിയുടെ ശരിക്കുള്ള പേര് കൃതി എന്നാണ്. ബർത്ത്ഡേകൾ മാത്രമല്ല, നമ്മളും ഇടയ്ക്ക് 1-2-3 ഫോട്ടോസൊക്കെ എടുത്തേന്ന് അതും കൊടുക്കാം. അങ്ങനെ ഒരു 3-3:30 ആയിട്ടുണ്ടാവും. നമ്മളെല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് റിട്ടേൺ പോവുകയാണ്. 2 പിള്ളേരുകളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. ടാറ്റ പറഞ്ഞ് അങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്. 2 അച്ഛന്മാർ 2 പിന്നാലെ ഓടുന്നുണ്ട്. അങ്ങനെ നമുക്ക് പോകാൻ കുറച്ചധികം ദൂരം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും ബൈ ബൈ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് ഇനി അടുത്ത പ്രാവശ്യം കൂടാന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതാണ് അബിയേട്ടൻ. ഞാൻ ഇടയ്ക്ക് രാത്രി ഉണ്ടാപ്പോൾ ഉറങ്ങാതിരിക്കുമ്പോൾ അബിയേട്ടൻ വരും, അബിയേട്ടൻ ചീത്ത പറയുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ആളാണ്.
അങ്ങനെ ഇതാ എല്ലാവരോടും ബായ് പറഞ്ഞ് നമ്മൾ നമ്മുടെ ജേണി പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. അൽ മംസാർ ബീച്ചിനോട് നമ്മൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞു. അപ്പം നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഗുബൈബയിലോട്ടാണ്. അവിടെ നമുക്ക് രഞ്ജുവേട്ടനെ കാണാനുണ്ട്, ഉണ്ടാപ്പൂൻ്റെ ജിഞ്ചാപ്പനെ. ഞങ്ങൾ വേറെ പങ്കാളികളാണ്, നേപ്പാളികൾ. പാപ്പ പറയാ പാപ്പ ഹഗ്ഗി കൊടുക്കൂ, ഹഗ്ഗി കൊടുക്കൂ, ഹഗ്ഗി കൊടു ഗോതമ്പ് ഹഗ്ഗി കൊടുക്കൂ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കിയാ ഇങ്ങോട്ട് പാപ്പയുടെ ഉമ്മ കൊടുക്ക്, കിസ് കൊടുക്ക്. ഉവ്വ കൊടുക്ക്, ഉവ്വ ഉവ്വ. സ്റ്റക്കായി. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. പറഞ്ഞേ അപ്പം നമ്മളിപ്പോൾ കണ്ടത് ഉണ്ടാപ്പൂവിൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പേഴ്സൺ ആണ്. ഉണ്ടാപ്പൂന് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഉണ്ടാപ്പൂൻ്റെ ജിഞ്ചാപ്പൻ. അങ്ങനെ അപ്പോൾ ജിഞ്ചാപ്പൻ പോയതിൻ്റെ സങ്കടത്തിലിരിക്കുകയായിരുന്നു ഉണ്ടാപ്പി. അതിൻ്റെ ഇടയിൽ ഞാൻ അവനും കൈ പിടിച്ചിരിക്കുന്ന കണ്ടപ്പോഴുള്ള ചെറിയ അസൂയുണ്ട്. അങ്ങനെ സംഭവം രഞ്ജുവേട്ടൻ പോയതിൻ്റെ ശേഷം ഭയങ്കര കരച്ചിലായിരുന്നു. ഏട്ടൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. ഏട്ടൻ നമ്മുടെ കൂടെ വരും എന്നാണ് അവർ വിചാരിച്ചത്. അങ്ങനെ നിങ്ങൾ ഈ കാണുന്നതാണ് എന്ത് ദുബായ് ഫ്രെയിം. നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോയത്. ആൻഡ് ഇതൊക്കെയാണ് ആ ഒരു വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. ഈ സൺലൈറ്റും ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന ബിൽഡിങ്സും ഒക്കെ. ഈ വ്യൂ ആണ് ദുബായിന്റെ ഏറ്റവും ഫേമസ് വ്യൂ. ഈ വ്യൂ ഇതിന്റെ കുറെ പ്രതിമകളുണ്ട് ഈ ഒരു ഷേപ്പിൽ വരുന്നത്. അതായത് ബുർജ് ഖലീഫ അതിന്റെ അപ്പുറമുള്ള ബിൽഡിങ്ങുകൾ മാത്രം വെച്ചിട്ടുള്ളൂ. ജിഞ്ചാപ്പം പോയതിൻ്റെ സങ്കടം ഇതുവരെ മാറാതെ ഇരിക്കുന്ന ഉണ്ടാപ്പൂനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയില്ല, എൻ്റെ കുട്ടിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ആകെ ഒരു ഉഷാറില്ലാണ്ട് കിടക്കുകയായിരുന്നു പാവം. അങ്ങനെ അപ്പോൾ ഇതാ ഈ ഒരു സൂര്യനും സൂര്യാസ്തമയവും എല്ലാം കണ്ടിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ ആക്ച്വലി ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നാല് പേരും ഭീകരമായ ഉറക്കമാണ് ഗൈസ്. ഇവൻ ഉറങ്ങിയിട്ടില്ല, ഭാഗ്യത്തിന് ഞാനും ഉറങ്ങിയിട്ടില്ല. സോ ഫൈനലി ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ റൂമിലെത്താറായി. അങ്ങനെ ഈ ഒരു നൈറ്റിലുള്ള ഈ വ്യൂസ് അടിപൊളിയാണ്. ഈ ബിൽഡിങ്സും ഈ ലൈറ്റ്സും എല്ലാം. അങ്ങനെ നമ്മളിതാ നമ്മുടെ വീട്ടിലെത്തി. കുറച്ച് നേരമായിട്ട് എത്തിയിട്ടൊരു നമ്മൾ എത്ര മണിക്ക് എത്തിയ ഒരു 6:30 ഒക്കെ ഉണ്ടാവും അല്ലേ? 6:30 7 മണി ഒക്കെ ആയിട്ടുണ്ടാവും. നമ്മളെത്തി. എൻ്റെ ഭർത്താവ് നല്ലൊരു കോഫിയൊക്കെ വെച്ചെന്നു. നമ്മൾ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു. കമ്മണിക്കുട്ടിക്ക് 2 വയസ്സായി. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ കമ്മണിക്കുട്ടി. അങ്ങനെ നമ്മളെല്ലാവരും അടിച്ചു പൊളിച്ചു. അങ്ങനെ അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയും അവരുടെ കൂടെ തന്നെയായിരുന്നു, ഈ ആഴ്ചത്തെ വീഡിയോയും അവരുടെ കൂടെ തന്നെയായി. അങ്ങനെ വേറൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.